ബീഹാറിൽ സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താതെ എൻഡിഎ സഖ്യം 40 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു ചിരാഗ് പാസ്വാൻ. കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ജെഡിയുവും ആവശ്യപ്പെട്ടു. ബീഹാറിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ നടക്കും. SIR നടപടികൾ വോട്ടർ പട്ടിക കൂടുതൽ സങ്കീർണമാക്കിയെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപായി സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ പുറത്തിറക്കാനൊരുങ്ങുകയാണ് ഇരു മുന്നണികളും. 40 മുതൽ 55 സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി LJP രംഗത്തെത്തിയത് BJP നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലുള്ള സംഘം അനുനയ നീക്കത്തിലായി ശ്രമിച്ചെങ്കിലും വിജയസാധ്യതയുള്ള കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് LJP. 205 സീറ്റുകൾ BJPയും JDUവും പങ്കിടും. ബാക്കിയുള്ള 38 സീറ്റുകളാണ് LJP, HIM അടക്കമുള്ള പാർട്ടികൾക്ക് ലഭിക്കുക. ബീഹാറിൽ മഹാഗഠബന്ധന്റെ സീറ്റ് വിഭജനം 2 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വിശാലമായ മഹാഗഠബന്ധൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. മഹാഗഠബന്ധൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് മത്സരിക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ധാരണ പ്രഖ്യാപിക്കാൻ കഴിയും. 2020 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ വിജയിക്കാനാവുന്ന സീറ്റുകളിൽ മാത്രമായിരിക്കും മത്സരിക്കുക. SIR വഴി ബീഹാറിൽ കൂട്ടത്തോടെ വോട്ട് വെട്ടിമാറ്റിയതായി പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള ഹർജിക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ സത്യവാങ്മൂലം നേരിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിനെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തു. വ്യാഴാഴ്ചയാണ് തുടർവാദത്തിനായി ഹർജികൾ പരിഗണിക്കുക. മീഡിയ 1, ഡൽഹി.